ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ സാർ. എന്താ 2025 പറയാനുള്ളത്? നോക്കൂ, സമാധാനത്തിന്റെ സന്ദേശം കാലാടി വിളിച്ചോതി കഴിഞ്ഞിരിക്കുന്നു. മതസൗഹാർദ്ദത്തിന്റെയും ഏകോദര സഹോദരങ്ങൾ നോക്കൂ, പാലക്കാട് മുതൽ അങ്ങേറ്റം തിരുവനന്തപുരം കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ, യുവാക്കൾ, മാതാപിതാക്കൾ എല്ലാവരും ഈ ഗ്രൗണ്ടിനകത്തുണ്ട്. മനസമാധാനത്തോടും സന്തോഷത്തോടും കാലാടി ഫോർട്ട് കൊച്ചിക്ക് കേരളത്തിന്, ലോക മലയാളികൾക്ക് ഏറ്റവും വലിയ സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. താങ്ക് യു. ഒപ്പം തന്നെ റിമോട്ടിൽ പപ്പാഞ്ഞി കത്തിക്കാനും പറ്റി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി റിമോട്ടിൽ ഞങ്ങൾക്ക് പപ്പാഞ്ഞിയെ കത്തിക്കാൻ പറ്റി. അത് ചരിത്ര താളുകളിൽ വിനയ ഫോർട്ട് അർഹത നേടിയിരിക്കുന്നു. അത് വിനയനോടാ. വിനയ്, സംഘാടകരുടെ ആവേശമാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ. മോനെ, ഇത്രയധികം ദൃശ്യവിസ്മയം ഒരുക്കിയിരുന്നോ അല്ലെങ്കിൽ ഒളിച്ചു വെച്ചിരുന്നോ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ടെൻഷനിലാണ്. എല്ലാം ടൈമിങ്ങിൽ വേണ്ടി വെച്ചേച്ചി. ഇത് മോന്റെ ഐഡിയ ആണോ ഇത് ഇങ്ങനെ തന്നെ പൊട്ടണം എന്നുള്ളത്? എല്ലാം ഞാനും വേറൊരു സുഹൃത്തും കൂടെ കയറി ഫുള്ള് സെറ്റ് ചെയ്ത് ഇറങ്ങിയ വൈകിട്ട് 7 മണിക്ക്. അങ്ങനെ പൊട്ടിച്ചങ്ങനെ തീർത്തു. ആളുകളൊക്കെ സന്തോഷത്തിൽ ആളുകൾ പരസ്പരം കെട്ടിപ്പിടിച്ചും, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ആഘോഷമാണ്. ആഘോഷം അതിന്റെ ആ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ 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 എന്തായാലും അവരൊക്കെ വലിയ ആവേശത്തിലും ആഘോഷത്തിലൊക്കെയാണ്. ലക്ഷ്മി, ഇനി പോലീസിന്റെ പണി തുടങ്ങും. ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് പണി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതെങ്ങനെങ്കിലും ഒന്ന് കത്തിച്ച് തീർത്ത് പരമാവധി ആളുകളെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. ഇതാ ആളുകള് പരസ്പരം കെട്ടിപ്പിടിച്ച്. എങ്ങനെ ഇത് ബെന്നിച്ചേട്ടന്റെ ഭാര്യയാണ്. എങ്ങനെയുണ്ട് ഭർത്താവ്? ഹാപ്പി ന്യൂ ഇയർ. ലക്ഷ്മി, ഒരു മനുഷ്യന് വിചാരിച്ചാൽ ഏത് അറ്റം വരെയും എത്താൻ പറ്റുമല്ലേ? ഇത് അതിനൊരു തെളിവായിരുന്നില്ലേ ഇത്? കാരണം ഒരുപക്ഷെ ഈ പപ്പാഞ്ഞിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഫോർട്ട് കൊച്ചിക്കാർക്ക് അല്ലെങ്കിൽ കൊച്ചിക്കാർക്ക്, കേരളീയർക്ക് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഉണ്ടാകില്ലായിരുന്നു. ആഘോഷം തിമിർക്കുകയാണ്. വലിയ ആഘോഷം തുടങ്ങി, വലിയ ആഘോഷം.